സംസ്ഥാനത്ത് അടുത്ത ദുരന്തത്തിനുള്ള ആക്കം കൂടുകയാണ്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ മുൻപ് തന്നെയാണ് കാലവർഷത്തിന്റെ വരവ്. കായൽ നികത്തി കെട്ടിടങ്ങൾ പണിയുമ്പോഴും മണ്ണ് മാറ്റി കോൺക്രീറ്റ് തറകൾ പണിയുമ്പോഴും ശ്രദ്ധിക്കാത്ത മനുഷ്യർ മഴക്കാലത്ത് മാത്രം ഒരു പ്രത്യേക പ്രകൃതി സ്നേഹികളാവുന്ന കാഴ്ചയാണ് ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം ഒന്നാം പിണറായി സർക്കാരും കൂട്ടാളികളും ചേർന്ന് നെതർലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയതും അവിടെ പോയി റൂം ഫോർ റിവർ പ്രൊജക്റ്റ് എന്ന ഒരു മഹാസംഭവം കണ്ടുപിടിച്ചു കൊണ്ടുവന്നതും ഇവിടെ അത് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പ്രാബല്യത്തിൽ വരുത്തിയതുമെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. അന്ന് സാധാരണക്കാർ എല്ലാവരും ആ പേര് കേട്ട് വാ പൊളിച്ച് നിൽക്കുകയുണ്ടായി. എന്നാൽ റോഡിലും തോടിലും കനലിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന ചെളി ചുമ്മാ വാരിക്കളയുന്ന പരിപാടിയാണെന്ന് കേട്ടപ്പോൾ ജനം ഒന്ന് ചമ്മിയെങ്കിലും വരുന്നത് വരട്ടെ എന്നും പറഞ്ഞ് എല്ലാവരും കാത്തിരുന്നു. എന്നാൽ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല എന്ന നിലയിലായി കാര്യങ്ങൾ. സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രകടന പത്രികയിലെ അക്കം തികയ്ക്കാൻ പോലെ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒടുക്കമിത അടുത്ത മഴക്കാലവും എത്തി. പഴയതിനേക്കാൾ ശക്തിയിൽ തന്നെയാണ് ഈ തവണ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ആലോചനയിലാണ് എല്ലാവരും. ഇതൊന്നും ഇപ്പോഴല്ല, കുറച്ച് മുൻപേ നോക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏമാന്മാർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. സംസ്ഥാനത്ത് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കേരളം. കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കും. മെയ് 24 മുതൽ 26 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും മെയ് 24 മുതൽ 28 വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതുകൊണ്ട് തന്നെ അണക്കെട്ടുകൾ നിറയാൻ സാധ്യതയുമുണ്ട്. പ്രളയത്തിലേക്ക് കാര്യങ്ങൾ എത്താതെ അണക്കെട്ടുകളുടെ കാര്യത്തിലുള്ള നിയന്ത്രണം സർക്കാരും ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയും നിരീക്ഷണവും ശക്തമാണ്. 8 തീരദേശ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം തീരത്ത് ദേശീയ സമുദ്ര ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. റെഡ് സോണിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് ഇന്നും നാളെയും 0.9 മുതൽ 3.8 മീറ്റർ വരെ ഉയരത്തിൽ നിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കേരളത്തിലെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ തീവ്രമായ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ നാശനഷ്ടങ്ങളിൽ നിന്ന് തന്നെ കരകയറാൻ പ്രയാസമുള്ള ആളുകളാണ് നമ്മൾ ഏറെയും. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഒത്തിരി നഷ്ടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയുണ്ടായി. വീണ്ടും ഒരു കാലവർഷം കൂടി തുടങ്ങിയിട്ടുണ്ട്. ചെയ്തു കൂട്ടിയതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെങ്കിലും അത് കൂടുതൽ നാശം വിതയ്ക്കുന്നതാവരുതേ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം.